ഹായ് ഓൾ, എല്ലാവർക്കും വിന്നി ലൈഫ് ഏജ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒക്ടോബർ 5 നടക്കുന്ന ലെക്ചർ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് എക്സാമിൻ്റെ സിലബസ് അനാലിസിസ് ആണ് ഇന്നത്തെ വീഡിയോ. ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പാർട്ട് 1, പാർട്ട് 2 ആയിട്ടാണ് സിലബസ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതിൽ പാർട്ട് 1 വരുന്ന സബ്ജക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ മൊഡ്യൂളിൽ റിസർച്ച് മെത്തഡോളജി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്, സെക്കൻഡ് മൊഡ്യൂൾ മാനേജ്മെന്റ് ആൻഡ് ഓർഗനൈസേഷൻ ബിഹേവിയർ, തേർഡ് മൊഡ്യൂൾ ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്, നാലാമത്തെ മൊഡ്യൂൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അഞ്ചാമത്തെ മൊഡ്യൂൾ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ്, ആറാമത്തെ മൊഡ്യൂൾ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ആൻഡ് ഡെറിവേറ്റീവ്സ്, ഏഴാമത്തെ മൊഡ്യൂൾ അഡ്വാൻസ്ഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്, എയ്ത്ത് മൊഡ്യൂൾ കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്, നയൻത്ത് മൊഡ്യൂൾ ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് ഫിനാൻസ്, പത്താമത്തെ മൊഡ്യൂൾ ഇൻകം ടാക്സ് ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇതിൽ നിന്നും 6 മാർക്ക് വെച്ചിട്ടാണ് എക്സാമിന് ചോദിക്കുക. പാർട്ട് 1 മൊഡ്യൂൾ 1 മുതൽ മൊഡ്യൂൾ 10 വരെയുള്ള സബ്ജക്റ്റ് നമ്മൾ പഠിച്ച സബ്ജക്റ്റാണ്. ഇതിൻ്റെ ഓരോ മൊഡ്യൂളിൻ്റെയും അണ്ടറിൽ കുറച്ചധികം ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് സിലബസ് ആവശ്യമുള്ളവർ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. രണ്ടാമത്തെ പാർട്ടിൽ വരുന്നതാണ് ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ്. ഇതിൽ നിന്നും 20 മാർക്ക്. ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് MS വേർഡ്, അതിൽ നിന്നും 5 മാർക്ക്. MS എക്സൽ ആൻഡ് പവർ പോയിന്റ് 5 മാർക്ക്. ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് 5 മാർക്ക്. ഗവൺമെന്റ് ആൻഡ് ബിസിനസ് കറസ്പോണ്ടൻസ്, അതിൽ നിന്നും 5 മാർക്ക്. ഇതിൽ ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷിന്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്സ് ആണ് കൺസോണൻസ്, വവ്വൽസ്, ഫ്രേസസ്, എസെൻഷ്യൽ വവ്വൽസ്, സ്പെഷ്യൽ കോൺട്രാക്ഷൻ, അഡ്വാൻസ്ഡ് ഫ്രേസോഗ്രഫി. അങ്ങനെ കുറച്ചധികം ടോപ്പിക്ക് ഇതിൻ്റെ അണ്ടറിലും വരുന്നുണ്ട്. അടുത്തത് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് MS വേർഡ്. ഇതിൽ ചോദിക്കുന്നത് MS വേർഡും അതുപോലെ തന്നെ കമ്പ്യൂട്ടറായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, ഇൻപുട്ട് ഡിവൈസസ്, അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഡിവൈസസ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൽ നിന്നും ചോദിക്കുക. നെക്സ്റ്റ് വൺ MS എക്സൽ ആൻഡ് പവർ പോയിന്റ്. MS എക്സലിൻ്റെയും അതുപോലെ തന്നെ പവർ പോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഇതിൽ നിന്ന് ചോദിക്കുക. നെക്സ്റ്റ് വൺ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്. ഇതിൽ വരുന്നത് ആഡോബ് ഫോട്ടോഷോപ്പ് ഫീച്ചേഴ്സ്, ബേസിക് സ്ക്രീൻ കോമ്പോണൻസ്, ടൂൾസ്, പാനൽസ് ആൻഡ് മെനൂസ്, ക്രിയേറ്റ് ന്യൂ ക്യാൻവാസ് യൂസിങ് എക്സിസ്റ്റിംഗ് ക്യാൻവാസ് സൈസ്, സേവ്, വർക്കിംഗ് വിത്ത് ഇമേജസ്. അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഇതിൽ നിന്നും ചോദിക്കും. പിന്നെ ഇതിൽ പറയുന്ന ഒരു ടോപ്പിക്കാണ് ഗവൺമെന്റ് ആൻഡ് ബിസിനസ് കറസ്പോണ്ടൻസ്. ഇതിന്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്കാണ് കമ്മ്യൂണിക്കേഷൻ, മീനിങ്, ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ്സ്, ടൈപ്സ്, ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്, പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ടൂൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, മോഡേൺ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, ഇമെയിൽ, സോഷ്യൽ മീഡിയ, ബ്ലോഗിംഗ്, വ്ളോഗിംഗ്, ഗവൺമെന്റ് ഓർഡർ, സെക്രട്ടേറിയറ്റ് ലെറ്റർ, ഇൻഡിപെൻഡന്റ് ബോഡി ലെറ്റർ, ഡെമി ഒഫീഷ്യൽ ലെറ്റർ. ഇതൊക്കെയാണ് ലെക്ചർ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് എക്സാമിന് വരുന്ന സിലബസ്. കാറ്റഗറി നമ്പർ 463/2022, 666/2022, 737/2022, 738/2022, 739/2022. എല്ലാ കാറ്റഗറീസിനും ഈ സെയിം സിലബസ് തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക്